السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. بشد القرآن البين الله عز وجل. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹത്താൽ ഈ പവിത്രമായ ദിവസം മഹനീയമായ ഈ മസ്ജിദിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്ക് മാപ്പാക്കി തരട്ടെ. ഇനി അള്ളാഹു നമുക്ക് ഈ ഭൂമിയിൽ നൽകുന്ന ജീവിതം സന്തോഷത്തോടെ പവിത്രമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പരിപൂർണ ഈമാനോടെ തഖ്വയോടെ ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മോടൊപ്പം ജുമാ നിസ്കരിക്കാനുണ്ടായിരുന്ന, വെള്ളിയാഴ്ചയ്ക്ക് കുറെ നേരത്തെ പള്ളിയിൽ വന്നിരുന്ന നമ്മുടെയൊക്കെ സുപരിചിതനായ സിദ്ദീഖ് സാഹിബ്, ഇന്ന് അദ്ദേഹം ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. നമ്മളോടൊപ്പം പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ ഉണ്ടായിരുന്നു, ഇതുപോലെ വഅദ് കേൾക്കാനും നിസ്കരിക്കാനും കഴിഞ്ഞ റമളാനിലൊക്കെ മുഴുവനും. അള്ളാഹു തആല അദ്ദേഹം ചെയ്ത എല്ലാ നന്മകളും പരിപൂർണമായി സ്വീകരിക്കട്ടെ. മനുഷ്യ സഹജമായി ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് മാപ്പാക്കി കൊടുക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ ഇവിടെ ജുമ്മ കൂടുമ്പോൾ നമുക്ക് ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടി വരുന്നത്? എനിക്ക് വേണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടിയാണോ എന്നറിയില്ല. ഇതൊരു മുന്നറിയിപ്പായി നമുക്കൊരു ഗുണപാഠമായി സ്വീകരിക്കേണ്ടതാണ് മരണം എന്നുള്ളത്. അത് അനിശ്ചിതമാണെങ്കിലും നമുക്കൊക്കെ സുനിശ്ചിതമാണ് മരണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു മുന്നറിയിപ്പാണ്, ഒരു വാണിംഗ് ആണ് ഓരോരുത്തരുടെ മരണങ്ങളും. അല്ലാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മളെ കുറിച്ച് ഇതുപോലെ നല്ലത് പറഞ്ഞ് ഓർമ്മിക്കുവാനുള്ള നല്ല പിൻഗാമികളെ അല്ലാഹു നമുക്കെല്ലാം നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ റമളാൻ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ മദ്രസകൾ തുറക്കുന്നൊരു ഘട്ടമാണ്. മദ്രസയുടെ അധ്യയന വർഷം സാധാരണഗതിയിൽ ഷവ്വാൽ മുതൽ ശഅബാൻ വരെയാണ്, 11 മാസത്തോളം. അൽഹംദുലില്ലാഹ് 2026-27 അധ്യയന വർഷം മറ്റന്നാൾ 5-ാം തീയതി ഞായറാഴ്ച കേരളത്തിലാകമാനം ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകൾ പ്രവേശനാഘോഷം നടത്തുമ്പോൾ ദിറായ മബറൂഖ് എന്ന പേരിൽ നമ്മളുടെ മദ്രസയിലും തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ മദ്രസ രംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലെ അമലുകളാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേരളത്തിൽ അള്ളാഹു നൽകിയ വലിയൊരു സൗഭാഗ്യം, ഇസ്ലാമിന്റെ ഉത്ഭവമുണ്ടായ സൗദിയിൽ പോലും ഇല്ലാത്തൊരു ഭാഗ്യം. കേരളത്തിൽ 30,000-ഓളം മദ്രസകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. 1,00,000-ലധികം അധ്യാപകരുണ്ട്. 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ വിവിധ ബോർഡുകളിലായി പഠിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാടിന് അല്ലാഹു നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. ഉത്തരേന്ത്യ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച്, അവിടുത്തെ ശോചനീയാവസ്ഥയെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവർക്ക് ദീനീ വിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ പ്രയാസങ്ങളാണ്. എന്നാൽ കേരള മുസ്ലിമീങ്ങളുടെ എല്ലാ ഇസ്സത്തിന്റെയും അന്തസ്സിന്റെയും അവരുടെ പ്രബുദ്ധതയുടെയും ഒക്കെ കാരണം നമ്മുടെ മദ്രസ വിദ്യാഭ്യാസമാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്കൂളുകളിലായിരുന്നു മതം പഠിപ്പിച്ചിരുന്നത്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസവും ഒരുമിച്ചായിരുന്നു. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം നിരോധിക്കപ്പെട്ടു. കാരണം ഇന്ത്യ മതേതര രാജ്യമായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ ആലയങ്ങളിൽ മതപഠനം വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയിലെ അഭിമാനമായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ദീനി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ ആളുകൾ മുന്നോട്ട് വന്നത്. അത് വലിയൊരു പ്രഖ്യാപനവും അതിനപ്പുറം ജനങ്ങളുടെ വലിയൊരു അധ്വാനവും പരിശ്രമവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയാൽ മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കുന്ന നഷ്ടം എന്താണ്, നാശം എന്താണെന്ന് അന്നത്തെ ദീർഘവീക്ഷണമുള്ള നേതാക്കൾ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് പുതിയ സുഗമല തൊടാനും പറ്റത്തില്ല ഇതില്. അപ്പോ ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയാലുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ട് കേരളത്തിൽ ആകമാനം മദ്രസകൾ സ്ഥാപിക്കുവാൻ വേണ്ടി പ്രഖ്യാപനമുണ്ടായി. അത്തരത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്ഥാപിക്കപ്പെട്ട മദ്രസ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അറബി കോളേജിന് ആയി സ്ഥാപിക്കപ്പെട്ടതാണ് തമിഴ്നാട്ടിലെ ന്യൂ കോളേജ് എന്നറിയപ്പെടുന്ന സമന്വയ വിദ്യാഭ്യാസമായിരുന്നു. അതിന്റെ മാതൃകയിലാണ് പിന്നെ കേരളത്തിൽ ഫാറൂഖ് കോളേജ് നിർമ്മിക്കപ്പെട്ടത്. അങ്ങനെ പിന്നെ മുസ്ലിമീങ്ങളൊക്കെ മദ്രസയ്ക്ക് വേണ്ടി വസ്തുക്കളും ബിൽഡിങ്ങുകളൊക്കെ വഖഫ് ചെയ്തു മദ്രസകൾ സ്ഥാപിച്ചു. അൽഹംദുലില്ലാഹ്. ആ ഒരു തുടക്കമാണ് ഇന്ന് കേരളത്തിൽ ഉടനീളം കാണും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, മദ്രസകൾ, നല്ല സിലബസുകൾ എല്ലാ ബോർഡുകൾക്കും, പരീക്ഷാ സംവിധാനം ഗവൺമെന്റിന് പോലും നടത്താൻ കഴിയാത്ത വ്യവസ്ഥാപിതമായ സംവിധാനമാണ് പരീക്ഷാ രംഗത്ത്, അതിന്റെ വാല്യുവേഷൻ, അതിന്റെ റിസൾട്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും. ഇതൊക്കെയാണ് നമ്മളുടെ മുസ്ലിം തലമുറകൾക്ക് ദീനി വിദ്യാഭ്യാസം ലഭിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു അന്തസ്സോടുകൂടി നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഈ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തുന്ന മദ്രസകൾ, അതിന്റെ യഥാർത്ഥ റിസൾട്ട്, യഥാർത്ഥ ഫലം നമ്മളുടെ തലമുറകൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണെന്ന്. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കണമെങ്കിൽ മതവിദ്യാഭ്യാസമില്ലാതെ നടക്കില്ല. എങ്ങനെ? ഒരു മനുഷ്യനെ മുസ്ലിമാക്കുക എന്നതല്ല, അത് രണ്ടാമത്. ഒരു മനുഷ്യൻ മനുഷ്യനായി വളരണമെങ്കിൽ മതവിദ്യാഭ്യാസം ഏറ്റവും ആവശ്യമാണ്, ദീനി വിദ്യാഭ്യാസം ഏറ്റവും ആവശ്യമാണ്. കാരണം ഇന്ന് ആലോചിച്ചു നോക്കി, ഇന്ന് വിദ്യാഭ്യാസത്തിന്റെ കുറവില്ല, ഇൻഫർമേഷന്റെ കുറവില്ല, വിവരമില്ലായ്മയുടെ ഒരു പ്രശ്നവുമില്ല. കാരണം ഇന്ന് എല്ലാ നിലയിലും മനുഷ്യൻ വിദ്യാഭ്യാസ രംഗത്ത് സമുന്നതമായി ഉയർന്നുകൊണ്ടിരിക്കുക. പക്ഷേ അതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾക്ക് കുറവില്ല, നമ്മുടെ നാട്ടിൽ മനുഷ്യൻ അധപ്പതനത്തിന് കുറവില്ല. സാംസ്കാരികമായി എല്ലാ നിലയിലും മനുഷ്യൻ പഴയ കാലത്തേക്കാൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണ് ഇതിന്റെ പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു സത്യം, മതവിദ്യാഭ്യാസത്തിന്റെ കുറവാ, മുസ്ലിമീങ്ങൾക്ക് ദീനി വിദ്യാഭ്യാസത്തിന്റെ കുറവാ. ഈ സംവിധാനങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഉള്ളപ്പോഴും മുസ്ലിമീങ്ങൾ ഇതിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഭൗതിക വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം ആപ്പിൾ മരത്തിൽ നിന്ന് ഞെട്ടറ്റ് പോയ ഒരു ആപ്പിൾ തറയിലേക്ക് വന്ന് വീണപ്പോൾ ന്യൂട്ടൻ അതിലൂടെ കണ്ടുപിടിച്ചു ഭൂമിയുടെ ഗുരുത്വാകർഷണം. അതാണ് ശാസ്ത്രം. പക്ഷേ ഒരു ആപ്പിൾ ഒരു വിശക്കുന്നവന് കൊടുത്ത് അവന്റെ വിശപ്പ് മാറ്റിയാൽ അത് പുണ്യമാണ്, പ്രതിഫലാർഹമാണെന്ന് ഒരു ശാസ്ത്രത്തിലും പഠിപ്പിക്കൂല. അത് പഠിപ്പിക്കാൻ ഏത് വേണം? മദ്രസകൾ വേണം. ക്ലോറോഫോം മണപ്പിച്ചു കഴിഞ്ഞാൽ ബോധം നഷ്ടപ്പെടുമെന്ന് ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ ഒരു സുഹൃത്തിനെയും ഒരു സഹോദരനെയും ഒരു മനുഷ്യനെയും അത് കൊടുത്തുകൊണ്ട് ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ ഏത് വേണം? മദ്രസ വിദ്യാഭ്യാസം വേണം. ഏത് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ എടുത്ത് ആലോചിച്ച് നോക്കിയാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ ദീനി വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയതാണ്. മതവിദ്യാഭ്യാസം മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവിടെ എല്ലാം പ്രശ്നങ്ങൾ വരുന്നത്. ഇന്ന് വിദ്യാഭ്യാസ അറിവിനെന്തൊരു കുറവില്ല. അധ്യാപകരില്ലാതെ ഇന്ന് പഠിക്കാം. നമുക്ക് ആവശ്യമായ ഏത് കാര്യങ്ങൾ നമ്മൾ മൊബൈൽ എടുത്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനോട് ചോദിച്ചാൽ വളരെ കൃത്യമായ വിവരം നമുക്ക് തരും.
പക്ഷേ എന്തുകൊണ്ട് മനുഷ്യന് സംസ്കാരവും മനുഷ്യനിൽ മതബോധവും നഷ്ടപ്പെടുന്നു? അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിൽ ഒന്നാമത്തത്, നമ്മൾ നമ്മളുടെ മക്കളെ ദീനീ ബോധത്തോടെ വളർത്താൻ ഏറ്റവും ആവശ്യമായത് ഘടകം മാതാപിതാക്കളാണ്. ഉസ്താദുമാരൊക്കെ പിന്നെയാണ്. കാരണം എന്താ? ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഇന്ന് നമ്മളുടെ മക്കളെ മദ്രസകളിൽ കിട്ടുന്നത് ഏറ്റവും കൂടി പോയാൽ 1-1.5 മണിക്കൂറാണ്. അതിലപ്പുറം മദ്രസയിലില്ല. ബാക്കി കഴിഞ്ഞ് 24 മണിക്കൂർ 23 മണിക്കൂറും ഈ മക്കൾ മാതാപിതാക്കളോടൊപ്പമാണ്. നിസ്കാരം എങ്ങനെയാണെന്നുള്ള തിയറി ഉസ്താദുമാർ പഠിപ്പിക്കും. പക്ഷേ നിസ്കരിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളാണ്, ഉമ്മമാരാണ്. ലോകത്ത് കടന്നുപോയിട്ടുള്ള ഏത് മഹാന്മാരും അവരൊക്കെ മഹാന്മാരായത് അവരുടെ പ്രിയപ്പെട്ട ഉമ്മമാരുടെ ശിക്ഷണത്തിലാണ്, മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാണ്. ഇന്ത്യ അറിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ അഭിമാനമാണ് അലിമിയൻ എന്നറിയപ്പെടുന്ന അബുൽ ഹസൻ അലി നദ്വി. നിങ്ങൾക്കറിയാം, ഒട്ടനവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫൈസൽ രാജാവിന്റെ കാലഘട്ടത്തിൽ സൗദിയിൽ പരിശുദ്ധമായ കഅബ ഷരീഫ് പുനർനിർമ്മിക്കപ്പെട്ട ഘട്ടത്തിൽ അതിനെ പുതുതായി ഉദ്ഘാടനം ചെയ്യുവാൻ, അതിന്റെ വാതിൽ തുറക്കുവാൻ, അതിന്റെ താക്കോലേൽപ്പിച്ചത് ഇന്ത്യയിൽ ജനിച്ച ലക്നയിലെ ഈ അലിമിയനെ ആയിരുന്നു. അത്രയും വലിയ വിശ്വപണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ കാണാം. അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മനോഹരമായി പാരായണം ചെയ്യാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ മദ്രസയിലേക്ക് മാതാപിതാക്കൾക്ക് സാധാരണ പൊതുവിലുള്ള വലിയൊരു പരാതിയാണ്, മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. ഞങ്ങൾക്കുണ്ടാ പരാതി. മാതാപിതാക്കളെക്കാൾ വലിയ സങ്കടം ആ വിഷയത്തിൽ ഉസ്താദുമാർക്ക്. കാരണം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും പടച്ചവനെയും മക്കള് ജീവിതത്തിലൊന്നും നല്ലതുപോലെ അക്ഷരത്തിട്ടില്ലാത്ത തജ്വീദനുസരിച്ച് ഖുർആൻ ഓതാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത്. എന്താണ് പ്രിയപ്പെട്ടവരെ കാരണം? നമ്മളുടെ മക്കൾ, നമ്മളുടെ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയേകേണ്ട മക്കൾ നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കണ്ണുനീരൊഴുക്കി ദുആ ചെയ്യാൻ അർഹതയുള്ള, അതിന് കഴിയുന്നത് നമ്മുടെ മക്കളാണെങ്കിൽ തെറ്റുകൂടാതെ ഒരു യാസീനോദി നമ്മളുടെ മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്ത് ഒന്ന് ദുആ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണ്ടേ? പക്ഷെ എന്തുകൊണ്ട് അവരെ അതിനിലയിൽ പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല? 23 മണിക്കൂറും വീട്ടിൽ കിട്ടുമ്പോൾ ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കൾക്കൊന്ന് ഖുർആൻ ഓതിക്കൊടുത്ത് അവരുടെ തെറ്റ് തിരുത്തി കൊടുത്ത് അവരെ ഒന്ന് പിടിച്ചിരുത്തി ഓതിപ്പിക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? എന്തുകൊണ്ട്? ഒന്ന്, ഉമ്മമാർക്ക് നല്ലതുപോലെ ഖുർആൻ ഓതാൻ കഴിയില്ല. മറ്റൊന്ന്, അവർക്ക് അത്രയും സമയം മക്കളോടൊപ്പം ക്ഷമിച്ചിരുന്ന് ഖുർആൻ പഠിപ്പിക്കാൻ അവർക്കും കഴിയില്ല. കാരണം പുതിയ കാലത്ത് നമുക്കറിയാം, മൊബൈലിന്റെ കാലത്ത് മക്കളെക്കാൾ ഫോൺ ഉപയോഗിക്കുന്ന ഉമ്മമാരാണ്. ഈ ഉമ്മമാര് ഫോൺ ഉപയോഗിച്ചിട്ട് മക്കളോട് ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാനുള്ള ഒരു ധാർമ്മികമായ അവകാശവും ഉമ്മമാർക്കില്ല, വാപ്പമാർക്കും ഇല്ല. നമ്മുടെ വീടുകളിൽ നടക്കുന്നതല്ലേ. നമ്മളെ മക്കളെ കുറിച്ച് എല്ലാവർക്കും പരാതിയല്ലേ, ഫോണ് കയ്യിൽ നിന്ന് മാറ്റുന്നില്ല, ഫോണ് തറയിൽ വെക്കുന്നില്ലെന്ന്. ഇത് പറയുമ്പോഴും ഈ ഉമ്മമാർക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല മാറ്റിവെക്കാൻ, വാപ്പമാർക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ല. എനിക്കുള്ള ഒരു ഗുണമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. എന്റെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിലേ വന്ന് ചോദിക്കുന്നവൻ എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. കാശില്ലാത്ത എനിക്ക് വന്ന് ചോദിക്കുന്നവന് കൊടുക്കാൻ കഴിയില്ല. ഇതുപോലെ എന്നിലുള്ള ഒരു ഗുണം മാത്രമേ മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയുള്ളൂ. എന്നിൽ ഗുണമില്ല, ഉമ്മ നിസ്കരിക്കൂല, വാപ്പ നിസ്കരിക്കൂല, അവർക്ക് എന്റെ മക്കളെ നിസ്കരിക്കുന്നില്ല എന്ന് പരാതി പറയാനുള്ള ഒരു അവകാശവുമില്ല. കാരണം എന്താ? ആദ്യം നിങ്ങൾ നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാനാണ് ബുദ്ധിമുട്ട്. ശരിയല്ലേ? നമ്മളെ മദ്രസകളിൽ നിന്ന് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് തിയറികളാണ്. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ വുളൂ ചെയ്യണം. പക്ഷേ ഇത് പരിശീലിപ്പിക്കേണ്ടത് ഖുർആൻ ഓതുന്ന സമയം വളരെ ചുരുങ്ങിയൊരു സമയം, 10-30 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 1 മണിക്കൂറിനിടയിൽ അരമണിക്കൂറോ 15 മിനിറ്റോ മക്കളെ ഖുർആൻ പൊതുവിൽ ഉസ്താദ് ഓതിപ്പിച്ചു കൊടുക്കും. ബൈ ആയിട്ട് ഓരോരുത്തരെ വിളിച്ച് നമുക്ക് ഓദിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴേക്കും സ്കൂൾ വണ്ടി വരും, വീട്ടിൽ നിന്ന് വിളി വരും, പോകണം. പിന്നെ ഈ കുട്ടികൾക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ എവിടെയാണ് സമയം? വീട്ടിലാണ് സമയം. ഇത് നല്ല മുഴുവൻ കാര്യങ്ങളും. നിസ്കാരത്തിന്റെ കാര്യം അതുപോലെ. 10, 15, 20 വയസ്സായ മക്കൾക്ക് കുളിയുടെ ഫർള് അറിയില്ല എങ്കിൽ, കുളിക്കാൻ അറിയില്ലെങ്കിൽ, നിസ്കാരത്തിലുണ്ട് അത്തഹിയാത്തും ഫാത്തിഹയും സൂറത്തും അറിയില്ല എങ്കിൽ എവിടെയാണ് പ്രശ്നം?
മദ്രസയില്ലാത്തതാണോ? നിങ്ങൾ കൊടുക്കുന്ന 100ഉം 500ഉം 1000 രൂപ, ലക്ഷങ്ങൾ. നമ്മുടെ മഹല്ലിൽ ഏകദേശം 2 ലക്ഷത്തോളം രൂപ വേണം. നമ്മളുടെ 3 പള്ളികളിലെയും മദ്രസകളിലെയും ഒക്കെ ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മളുടെ അധ്വാനമാണ്. പക്ഷെ ഇതിന്റെ നല്ലൊരു റിസൾട്ട് നമ്മളുടെ കുട്ടികളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള വലിയൊരു ദുഃഖകരമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കണം. അതിന് ഒന്നാമതായി രംഗത്ത് വരേണ്ടത് മാതാപിതാക്കളാണ്. മക്കളെ നമ്മൾ ഒരു നിലയിലും കുറ്റം പറയാൻ കഴിയില്ല. നാളെ പരലോകത്ത് അള്ളാഹു പോലും മക്കളെ പിടിച്ചു നിർത്തില്ല. പിടിച്ചു നിർത്തോ? പരലോകത്ത് അള്ളാഹു താല പിടിച്ചിരുന്ന മക്കളെയാണോ മാതാപിതാക്കളെയാണോ? മാതാപിതാക്കളെയാണ്. മക്കൾ നരകത്തിലേക്ക് പോകുന്നതിന് കാരണമായി നരകത്തിലേക്ക് വാതിൽ തുറക്കപ്പെട്ട് സബാനിയത്തായ മലക്കുകൾ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഈ മക്കൾ അള്ളാഹുവിനോട് പറയുന്ന വാക്കുണ്ട്, റബ്ബേ, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ എനിക്ക് ഭക്ഷണം തന്ന് വളർത്തി എന്റെ ഉമ്മാക്ക് കൊടുക്കണം, എന്റെ നൊന്ത് പ്രസവിച്ച എന്റെ ഉമ്മാക്ക് കൊടുക്കണം, എനിക്ക് എല്ലാം വാങ്ങിത്തന്ന എന്റെ വാപ്പാക്ക് കൊടുക്കണം. കാരണം എന്താ? ഞാൻ ഈ ഗതികേടിലാവാൻ കാരണം എന്റെ ഉമ്മയും എന്റെ വാപ്പയുമാണ്. തീർച്ചയായിട്ടും പറയും, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവിടെ നമുക്ക് കൈയൊഴിയാൻ കഴിയില്ല. കാരണം 15 വയസ്സിന് ശേഷം, പ്രായപൂർത്തിയായതിനു ശേഷം അവന്റെ കാര്യങ്ങൾ അവന്റെ കിതാബിൽ എഴുതുമെങ്കിൽ ആ 15 വയസ്സിന് മുമ്പ്, അതിന് പ്രായപൂർത്തിയായതിനു ശേഷം എങ്ങനെ ജീവിക്കണമെന്ന് അവനെ പഠിപ്പിക്കുവാൻ, അതിനുള്ള പക്വത ഒരുക്കാനുള്ള, നേർമാർഗം കൊടുക്കാനുള്ള ബാധ്യത ഈ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ട്യൂഷൻ നഷ്ടപ്പെട്ടു പോകും, ഫുൾ A+ നഷ്ടപ്പെട്ടു പോകും, സ്കൂൾ വിദ്യാഭ്യാസത്തിന് കുറവ് വന്നു പോകും. അതുകൊണ്ട് മദ്രസ തൽക്കാലത്തേക്ക് വേണ്ട, ഇതുവരെ പഠിച്ചത് മതി എന്നുള്ള ചിന്തയിൽ ആ മാതാപിതാക്കൾ മക്കളെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്ത് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വാതിൽ അവരിൽ നിന്ന് അടയ്ക്കുമ്പോൾ, ഖുർആനിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിൽ നിന്ന് കെടുത്താൻ ഈ ഉമ്മയും വാപ്പയും പരിശ്രമിക്കുമ്പോൾ, നാളെ പരലോകത്ത് എഞ്ചിനീയറായ നിങ്ങളെ മകൻ, ഡോക്ടറായ നിങ്ങളെ മകൻ നിങ്ങളെ പിടിച്ചു നിർത്തും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ പരിസരങ്ങൾ, ക്യാമ്പസ് പരിസരങ്ങൾ ഇന്ന് എത്ര മലീമസമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാതെ നിങ്ങൾക്കറിയാം, അല്ലെ? എന്തുകൊണ്ട്? മദ്രസ വിദ്യാഭ്യാസവും മതബോധവും കിട്ടാത്തത് കൊണ്ടാണ്. വലിയ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്ന, വലിയ MBBS അതുപോലെയുള്ള വലിയ വലിയ വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളുകളിലാണ് ഏറ്റവും വലിയ അക്രമങ്ങൾ നടക്കുന്നത്, റാഗിങ് നടക്കുന്നത്. അധ്യാപകർക്ക് മിണ്ടാൻ കഴിയില്ല. എന്തെങ്കിലും വേണ്ടി 11 സെക്കൻഡ് ഒരു വിദ്യാർത്ഥിയുടെ മുഖത്ത് അധ്യാപകൻ തുറിച്ചു നോക്കിയാൽ പോക്സോ കേസാണ്. അങ്ങനെ ഒരു കാലഘട്ടമാണ്. വടിയുടെ കാലമൊക്കെ പോയി. വടിയെടുക്കാൻ പാടില്ല. ഉമ്മയും വാപ്പയും മക്കളെ തല്ലിയാൽ പോലും അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞാൽ ഉമ്മാക്കും വാപ്പാക്കും എതിരെ കേസെടുക്കുന്ന കാലമാണ്. അപ്പൊ പിന്നെ അധ്യാപകർക്ക് കഴിയോ? ഒരിക്കലുമില്ല. ഈ അലീമിയ ഞാൻ നേരത്തെ പറഞ്ഞ 7ാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട ഉമ്മ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത അലീമിയ ആത്മകഥയിലുണ്ട്. അദ്ദേഹം ഒരു ദിവസം മദ്രസയിൽ നിന്ന് അടി കൊണ്ടിട്ട് ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു, കരഞ്ഞുകൊണ്ട് ചെന്നു. തുടയിൽ നിന്ന് രക്തമൊലിക്കുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, എന്ത് മോനെ? സ്നേഹമില്ലാത്ത ഉമ്മയല്ല, ചേർത്ത് പിടിച്ചുകൊണ്ട് മോനോട് ചോദിച്ചു, എന്ത് മോനെ? ഉസ്താദ് അടിച്ചു. എന്തിനടിച്ചു? ഒരു കാരണവുമില്ല ഉമ്മ. ഒരു കയ്യിൽ മറ്റൊരു വടിയും കൂടി എടുത്തുകൊണ്ട് ഉമ്മ വീട്ടിൽ നിന്ന് മോന്റെ കൈ പിടിച്ചുകൊണ്ട് മദ്രസയിലേക്ക് വന്നിട്ട് ഉസ്താദിനോട് പൊരിച്ചെന്ന് ചോദിച്ചു, ഉസ്താദെ, ഉസ്താദിനെ കുറിച്ച് എന്റെ പൊന്നുമോൻ ഒരു കള്ളം പറഞ്ഞു, ഒരു കാരണവുമില്ലാതെ അടിച്ചെന്ന് പറഞ്ഞു. ഒരിക്കലും ഉസ്താദ് കാരണമില്ലാതെ അടിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ മകൻ ഉസ്താദിനെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം പറഞ്ഞ് ഉസ്താദിന് എന്നോട് പൊരുത്തം തരണം, എന്റെ മകന് പൊരുത്തം കൊടുക്കണം. ഇനിയും ഉസ്താദിനെ അടിക്കാൻ അതിനുവേണ്ടി ഉസ്താദ് മറ്റൊരു വടി കണ്ടെത്തേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ഉമ്മ വളർത്തിയ പൊന്നുമോനാണ് വിശ്വപണ്ഡിതനായി മാറിയ ഇന്ത്യയുടെ അഭിമാനമായി അബുൽ ഹസൻ അലി നദ്വി. ഇന്ന് ഏതെങ്കിലും ഉമ്മാക്ക് അതിന് കഴിയോ? ഇന്ന് ഏതെങ്കിലും ഒരു ഉപ്പാക്ക് അതിന് കഴിയോ? പുറത്തോട്ട് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾക്ക് അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയല്ല, എന്റെ മക്കളായാലും നിങ്ങളെ മക്കളായി. എന്താണ് ഇതിന്റെ ഫലം? ഇതിന്റെ ഇമ്പാക്ട് എന്തുണ്ടായി? നമ്മളുടെ മക്കൾ ഒന്നിനും കഴിയാത്തവരായി, ഒന്നിനും കൊള്ളാത്തൊരു തലമുറയായി മാറിക്കൊണ്ടിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 4 വയസ്സിലും 5 വയസ്സിലും 10 വയസ്സിലും മക്കളെ ഉപദേശിക്കാൻ കഴിയില്ല. അവരെ ഒന്ന് നോവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയില്ല. ഉമ്മമാർക്കും വാപ്പമാർക്കും അവരെ ഒന്ന് ശിക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അവരെ നമ്മളിൽ നിന്ന് പറന്നു പോകുന്ന ഒരു പ്രായം 15ഉം 16ഉം വയസ്സാകുന്ന ഒരു ഘട്ടങ്ങളിൽ എത്തുമ്പോൾ, അവരുടെ തെറ്റുകളും അവരുടെ കുറ്റങ്ങളും കണ്ടിട്ട് അവരെ ശിക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ആ മക്കൾക്ക് ഈ ഉമ്മയുടെ ശിക്ഷണം താങ്ങാൻ കഴിയില്ല. വാപ്പ വഴക്ക് പറഞ്ഞ് താങ്ങാൻ കഴിയില്ല. അവരടിക്കേന്നും വേണ്ട, നിങ്ങളൊന്ന് വഴക്ക് പറഞ്ഞാൽ മതി, അവരുടനെ മുകളിൽ നോക്കിക്കും, കയറെടുക്കും, അവർ ആത്മഹത്യ ചെയ്യും. എത്ര ഉദാഹരണങ്ങൾ!
എത്ര ഉദാഹരണങ്ങൾ. അതിന്റെ പിന്നിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ വഴക്ക് പറഞ്ഞതാ, ഫോൺ ഉപയോഗിച്ചതിന് വേണ്ടി വാപ്പ വഴക്ക് പറഞ്ഞതാ, അടിക്കാൻ വേണ്ട. കാരണം എന്തുകൊണ്ട്? ചെറിയ പ്രായത്തിൽ അവർക്ക് ശിക്ഷിക്കാത്തതിന്റെ പേരിൽ, അവരെ ഉപദേശിക്കാത്തതിന്റെ പേരിൽ, ചെറിയ ചെറിയ പനിഷ്മെന്റുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ വലുതായപ്പോൾ ഉമ്മയുടെ വഴക്ക് പറച്ചിൽ അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വാപ്പ അവരെ ഉപദേശിച്ചത് താങ്ങാൻ കഴിയില്ല. മക്കളെ ഒക്കെ പ്രിയമുള്ളവരെ ദീനീ ബോധത്തോടുകൂടി പരിശുദ്ധമായ ഖുർആനിന്റെ വഴിയിൽ നമ്മളെ വളർത്തിയാൽ ദുനിയാവിലും അവർ നമുക്ക് ഗുണമാവും, ആഖിറത്തിലും ഗുണമാകും. ഒരിക്കലും നമുക്ക് അവരെ നഷ്ടപ്പെടാതിരിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളുടെ മദ്രസകൾ, ജമാഅത്തിൽ 3 മദ്രസകൾ ഉണ്ട്. ഏകദേശം 450ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. വർക്കല മേഖലയിൽ 35ഓളം മദ്രസകളിൽ വെച്ച് തന്നെ വളരെ ശ്രദ്ധേയമായ വിജയങ്ങളും അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒക്കെയുള്ള +2 വരെ നമ്മുടെ റാത്തിക്കൽ മദ്രസയിൽ അൽഹംദുലില്ലാഹ് മുതിർന്ന കുട്ടികൾ തന്നെ നല്ല നിലയിൽ പഠിക്കുന്നു. അവരിലൊക്കെ അതിന്റെ ഗുണങ്ങളും അൽഹംദുലില്ലാഹ് ഉണ്ട്. പിന്നെ എവിടെയെങ്കിലൊക്കെ വീഴ്ചകൾ വന്നാൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ള അശ്രദ്ധ കൊണ്ട്, ജാഗ്രത കുറവ് കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഈ ട്യൂഷൻ സംവിധാനം കൊണ്ട്, അതുപോലെ തന്നെ 8 മണിക്കും 8:30 മണിക്കൊക്കെ സ്കൂള് തുടങ്ങുമ്പോൾ 7-നും 7:15-നൊക്കെ ബസ് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വെറും 15 മിനിറ്റ് ഒക്കെ എവിടെ ഇരിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. എന്നിട്ട് പിന്നെ മദ്രസ സംവിധാനമോ ഉസ്താദന്മാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയപ്പെട്ടവരെ. ഉസ്താദന്മാര് പഠിപ്പിക്കുന്നതില്, ഉസ്താദന്മാരുടെ സേവനത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആരും പരിപൂർണരല്ല. നമ്മൾ തിരുത്തണം. നമുക്ക് തിരുത്താനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ അറിയണം. എന്റെ മകൻ ഇന്ന് മദ്രസയിൽ പോയിട്ട് നേരം വെളുത്ത് അവൻ ഉറക്കമഴിച്ച് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്റെ മോൻ എന്ത് കിട്ടി എന്ന് ഓരോ ഉമ്മയും ഓരോ ഉപ്പയും അന്വേഷിക്കണം. അപ്പോഴാണ് മദ്രസ രംഗമൊക്കെ സജീവമായി പുരോഗതിയിലെത്തുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വാർഷിക പരീക്ഷ നമ്മുടെ മഹല്ലിൽ നിന്ന് 8 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടി. നമ്മുടെ മേഖലയിൽ തന്നെ വളരെ കുറഞ്ഞ കുട്ടികൾക്കാണ് മൊത്തത്തിലുള്ളത്. 10, 14, 15 കുട്ടികൾ, 8ഓളം കുട്ടികൾക്ക് നമ്മുടെ ജമാഅത്തിൽ റാത്തിക്കിൽ നിന്ന് 5, മൗണ്ട് മദ്രസയിൽ നിന്ന് 3 കുട്ടികൾ. അവിടെ കുറഞ്ഞ കുട്ടികളാണ്, പക്ഷെ അതിൽ നിന്ന് തന്നെ നല്ല മിടുക്കരായ കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് അടുത്ത വർഷങ്ങളിൽ ഈ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, രക്ഷകർത്താക്കളുടെ പിന്തുണയുണ്ടെങ്കിൽ നല്ല നിലയിലുള്ള വളർച്ച, പുരോഗതി നമ്മുടെ മദ്രസകളിൽ ഉണ്ടാക്കാൻ കഴിയും. അതിന് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ കലവറയില്ലാത്ത പിന്തുണ എല്ലാ നിലയിലും. കുട്ടികളെ ഒന്ന് മദ്രസയിലേക്ക് സമയത്ത് വിട്ടു തന്നാൽ മതി. കുട്ടികളെ കൂടിപ്പോയാണ് കേട്ടോ. മദ്രസയിലെ നിങ്ങളെ സമയത്ത് കുട്ടികളൊന്ന് തന്നാൽ ഇൻഷാ അല്ലാഹ് അവരെ പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് വെക്കേഷൻ നമ്മളെ ഈ 2 മാസം രാവിലെ 6:30 മുതൽ 8:30 മണി വരെ ഒരു ഷിഫ്റ്റ്, 9:30 മണി മുതൽ 11:30 വരെ മറ്റൊരു ഷിഫ്റ്റ്. അപ്പൊ നമ്മൾ റെഗുലർ ക്ലാസ് ഇത് കഴിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ മദ്രസയിൽ, റാത്തിക്കൽ മദ്രസയിൽ അസറിന് ശേഷം അതിന് പുറമെ സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നമ്മൾ മക്കൾക്ക് ഖുർആൻ പഠിക്കുക, അതുപോലെ തന്നെ നിസ്കാരവും മറ്റ് നിത്യ കാര്യങ്ങൾ പ്രാക്ടിക്കലായി അവരെ പഠിപ്പിക്കുവാനുള്ള സംവിധാനം എല്ലാ വർഷവും വെക്കേഷനിലുണ്ട്. അൽഹംദുലില്ലാഹ് പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ജമാഅത്തിനകത്തുനിന്നും പുറത്തുനിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. ഈ വർഷവും ഇൻഷാ അല്ലാഹ് അത്തരത്തില് കുട്ടികളുടെ പ്രായത്തിനും ക്ലാസ്സിനും കഴിവിനും അനുസരിച്ച് അവരെ പല കാറ്റഗറിയായി തിരിച്ചുകൊണ്ട് സ്പെഷ്യൽ ക്ലാസ്സും അസറിന് ശേഷം ഉണ്ടാകും. അതിലും എല്ലാവരെയും കുട്ടികളെ അയക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ പൊന്നുമക്കളെ ദുനിയാവിലും ആഖിറത്തിലും കൺകുളിർമയേകുന്ന മക്കളാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.